കർത്താവിന്റെ നിശ്ചിതമായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് പ്രാക്ടിക്കൽ ഇവാഞ്ചലിസത്തോടുള്ള ബന്ധത്തിലാണ്. സുവിശേഷീകരണത്തിന് നാം പുറപ്പെടുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നാം ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുവാനും മെരുക്കപ്പെടുവാനും പാകപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പ്ലാനിലും ദൈവത്തിൻ്റെ പർപ്പസിലും നമ്മളെ മോൾഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളെ ശരിയായ നിലകളിൽ പരിശുദ്ധാത്മാവിനെ ദൈവപ്രസാദ പ്രകാരം ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. രോഗിയായൊരു മനുഷ്യൻ യുദ്ധത്തിന് പോയാൽ അപകടമായി പോകും. അതുകൊണ്ട് ആത്മീയ ആരോഗ്യത്തോട് വേണം നാം ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കാൻ. കഴിഞ്ഞ ദിവസം നാം ചിന്തിപ്പാനിടയായി തീർന്നത് കർത്താവ് ഉപയോഗിക്കും തോറും ദൈവസന്നിധിയിൽ ഏറെ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നത്. അത് 12ാമത്തെ വോളിയുമായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഗ്രൂപ്പുകളിലുമൊക്കെ സുവിശേഷാത്മാവുള്ളവർക്ക് അത് പ്രയോജനപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അവസരമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് അകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന പരീക്ഷണങ്ങളും തടസ്സങ്ങളും ശുശ്രൂഷയ്ക്കെതിരെ കടന്നു വരുന്ന ചില വെല്ലുവിളികളെയാണ് അടുത്തായി നാം ശ്രദ്ധിക്കുന്നത്. അകത്തുനിന്നും പുറത്തുനിന്നും വരുന്നതായ ചില വെല്ലുവിളികൾ, ചില തടസ്സങ്ങൾ, ചില പരീക്ഷണങ്ങൾ. ദൈവം ഉപയോഗിച്ച മഹാന്മാരായ ആളുകളിലെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ കഠിനമായ പ്രതിസന്ധികളെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നാം ഇന്ന് ചിന്തിക്കുന്നത് അകത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം. നാം അത് പ്രസ്താവിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത് സഭയുടെ ഉള്ളിലെ കാര്യമാണ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റത് പുറത്തുനിന്ന്, പിന്നെ വ്യക്തിപരമായിട്ട് റിലേറ്റീവ്സിൽ നിന്നൊക്കെ വരുന്നതായ പ്രശ്നങ്ങൾ. ഏതു വിധത്തിലും നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരായി ചെയ്തു വരുന്ന, ദൈവം ഉപയോഗിച്ചു വരുന്ന, പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈകളിലെടുത്ത് ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം കംഫർട്ട് സോൺ ആയിരിക്കും എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കുക. പ്രശ്നങ്ങൾ ഏത് സമയത്തും ദൈവം ഉപയോഗിക്കുന്നവർക്കെതിരെ ഉണ്ടാകും. അതിൻ്റെ കാരണം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. ചുമ്മാതെ നിൽക്കുന്ന ഒരു മാവേൽ ആരും കല്ലെറിയല്ല. ഫലം നിറഞ്ഞതാണെങ്കിൽ അതിനെ എറിയാൻ ആഗ്രഹിക്കും. അതിനർത്ഥം തമ്പുരാനെ ഈ ക്ലാസ്സിൽ പഠിക്കണ്ടായിരുന്നു, ചുമ്മാ ഏറുകൊള്ളുന്ന കാര്യമാണോ ഇത്? അങ്ങനെയല്ല. കർത്താവിന്റെ വേല നിമിത്തം, തിരുനാമ നിമിത്തം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുന്നത് നിമിത്തം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങളല്ല നേരിടുന്നത്, അത് കർത്താവാണ് നേരിടുന്നത്. കാരണം ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ നിങ്ങൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം ദൈവം ദാനം ചെയ്തു. പക്ഷേ ചുമ്മാതെ ഓരോരുത്തർക്കും കൊടുത്തില്ല. യുദ്ധം ചെയ്ത് നിങ്ങൾ അവകാശമാക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജനത, ദൈവം ഉപയോഗിക്കുന്ന തൻ്റെ ദാസന്മാർ തോറ്റവരായിരിക്കരുത്, ജയാളികളായിരിക്കണം. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ നമ്മൾ വായിച്ച ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. കനാനിലെ യുദ്ധങ്ങളൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് യഹോവ വെച്ചിരുന്ന ജാതികൾ ആവിത്.
എന്തിനാണ് ചില തടസ്സങ്ങൾ, എന്തിനാണ് ചില പ്രശ്നങ്ങൾ, എന്തിനാണ് ചില വേദനകൾ? മനസ്സോടെയോ ദൈവം മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത് ഒരിക്കലുമല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ജയാളികളായി തീരേണ്ടതിന് വേണ്ടിയും ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ലെവലിൽ നമ്മൾ എത്തി പക്വതയുള്ള ശുശ്രൂഷകൾ ചെയ്യേണ്ടതിന് നമ്മളെ പ്രശ്നങ്ങളിലൂടെ പോകാൻ അനുവദിച്ചാലും ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ മുക്കാൻ അനുവദിക്കത്തില്ല. മോശ നേരിട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ്. കൊലക്കേസിലെ പ്രതിയായി റെക്കോർഡുള്ള ആളാണ് ഈജിപ്റ്റ്. 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ വിളിച്ചയക്കുമ്പോൾ പോകാൻ ഉള്ളിലൊരു ഭയം. വടി സർപ്പമായ അതേ ആ വടി തന്നെ വീണ്ടും തിരിച്ചു വടിയായി. യാതൊരു രോഗമില്ലാത്തവൻ ഒറ്റ നിമിഷം കൊണ്ട് കുഷ്ഠരോഗിയായി. അടുത്ത നിമിഷം ദൈവശബ്ദം കേട്ട് തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ച നിമിഷം ഇൻസ്റ്റന്റ് ഹീലിംഗ് ആയി. സഹോദരങ്ങളെ, ഒരുവന്റെ വാക്കിന് അവനോളം വിലയുള്ളത് പോലെയാണ് നമ്മുടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധി പറയണം, ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്, കേൾക്കുന്നത്, പ്രാപിക്കുന്നത്, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നിയോഗം, ഈ നിയോഗത്തിന്റെ എല്ലാം പിറകിൽ ഒരു ദൈവകരമുണ്ട്. നിങ്ങൾ പ്രാപിക്കുന്ന ദൈവവചനം നിങ്ങളെ നശിപ്പിക്കുവാനല്ല, നിങ്ങളെ പണിയാനാണ്. നിങ്ങളിലൂടെ അനേകരെ പണിയാനാണ്. ശിഷ്യരാകുക മാത്രമല്ല, അനേകരെ ശിഷ്യരാക്കി മാറ്റുവാൻ കൂടെയാണ് ദൈവം ചെയ്യുന്നത്. അത്ഭുതങ്ങൾ കണ്ടിട്ടും മിസ്രൈമിലേക്ക് പോകാൻ മടിച്ച മോശയുടെ ഉള്ളിലെ ഭയം എന്താണെന്ന് ദൈവം കണ്ടു. എനിക്കെതിരെ ഒരു കേസ് ഈജിപ്തിലുണ്ട്, കൊലക്കേസിലെ പ്രതിയാണ് ഞാൻ അവിടെ ചെന്നാൽ ജീവനോട് പിന്നെ ശേഷിക്കില്ല. 40 വർഷം മോശയുടെ മൂത്ത പെങ്ങളോ മൂത്ത സഹോദരനോ അപ്പനോ അമ്മയോ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ സകല ബന്ധുക്കളിൽ നിന്ന് ഒരുപക്ഷെ ഒരു ബ്രാക്കറ്റ് സമയം മാറ്റി നിർത്തി പണിയുന്ന സമയം കാണും. ദാവീദ് അങ്ങനെ പറയുന്നു, നീ എൻ്റെ ബന്ധുജനത്തെ എന്നിൽ നിന്ന് അകലുമാറാക്കി. ഇയ്യോബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാവരും കൈവിട്ടതുപോലെ തോന്നുമ്പോൾ ഓർത്തോണം, നീ ദൈവത്തിന്റെ പണിപ്പുരയിൽ സുരക്ഷിതമായി ഇരുന്ന് സ്വർഗം നിന്നെ പണിഞ്ഞുകൊണ്ടേയിരിക്കുക. അവഗണിച്ചവരുടെ മുമ്പിൽ ആദരിക്കാനാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടുത്തിയവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും വിടക്കം നിന്നിയവരുടെയും നടുവിൽ ഒരു മഹിമ കണ്ട സാക്ഷിയോടെ ആത്മാവിന്റെ ശക്തിയോടെ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഇതുവഴി പോകുന്നത്. മോശയോട് ദൈവം പറയുന്നു, പേടിക്കണ്ട, നിന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നവർ ഇപ്പോൾ ഭൂമിയിൽ ഇല്ല. കുഞ്ഞെ, നിനക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സം, ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് തടസ്സം, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ തടസ്സം മുന്നിലുണ്ടെങ്കിൽ നീ കേൾക്കുന്ന ദൈവശബ്ദം അത് പരിഹരിച്ചു തരും. സ്തോത്രം. നിന്നോട് അരുളി ചെയ്യുന്ന ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കാൻ ഇച്ഛിക്കുന്ന അതിമഹത്തായ ശുശ്രൂഷയ്ക്ക് തടസ്സമായി എന്തെവിടെ നിന്നാലും അതിനെല്ലാം ദൈവം മാറ്റേണ്ടതുപോലെ മാറ്റി. വചനത്തിൽ വായിക്കുന്ന, ഹോവേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. വിശ്വസിച്ചൊരാമീൻ പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവമാണ്. താമ്രവാതിലുകളെ തകർക്കുന്ന ദൈവമാണ്. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടുന്നെല്ലാമാണ് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. ഒന്ന്, നാളെയുടെ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് ദൈവം തന്നാൽ ചിലർക്ക് ഇടയ ശുശ്രൂഷയായിരിക്കും ദൈവം നൽകുന്നത്, അല്ലെ സെൽ ഗ്രൂപ്പ് പ്രോഗ്രാം ആയിരിക്കും, അല്ലെ കുറെ നാൾ കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ ശുശ്രൂഷകൾ പലതും ആരംഭിക്കാൻ ദൈവം നിങ്ങളെ നിർബന്ധിച്ചെന്ന് വരും, നിയോഗിച്ചെന്ന് വരും, ഹേമിച്ചെന്ന് വരും. അതിന് വിഷനോ
റെവലേഷനോ ആത്മനിയോഗമോ ആത്മനടത്തിപ്പോ ഉൾപ്രേരണയോ ആത്മീയ സമ്മർദ്ദമോ ഒക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ ആരംഭമൊക്കെ വളരെ സന്തോഷമായിരിക്കും. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ പ്രയാസങ്ങളോ വിഷയങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്നല്ല, വരുന്നവരിൽ നിന്ന്. സ്തോത്രം. പല ലക്ഷ്യത്തോടെ വരുന്നവര് കാണുന്നു. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, മിസ്രൈമിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മിസ്രൈമ്യരായ ആളുകളിൽ പല ആളുകളും മോശയോടുകൂടെ പുറപ്പെട്ടു വന്നു. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതികൾ എന്ന് നമ്മൾ വായിക്കുന്നു. അവർ പിറുപിറുത്തു, കലഹമുണ്ടാക്കി, മത്സരികളായി മാറി. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നവരിൽ ആളുകളെ പിടിച്ച് പെട്ടെന്നൊന്നും സ്നാനപ്പെടുത്തരുത്. വചനം പഠിക്കാൻ അവരെ നിങ്ങൾ ശരിക്കും സമയം കൊടുക്കണം. പല ലക്ഷ്യത്തോടെ വരുന്ന ആളുകളുണ്ട്. ഞാനൊരു സ്ഥലത്തൊരു ഫെലോഷിപ്പ് നടത്തുമ്പോൾ അവിടെ ഒരു ഭവന പ്രാർത്ഥന ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോയി കുടുംബമായിട്ട് ഞങ്ങൾ പോയി നടത്തുവായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആരാധന സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ കൂട്ടായ്മയ്ക്ക് എത്തി. 6-7 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ അവന്റെ വിഷയം ഞാൻ പറഞ്ഞു, കുഞ്ഞെ ദൈവത്തിനെ വെച്ച് പ്രാർത്ഥിക്കാം, പാസ്റ്ററെ നീട്ടി വെക്കരുത്, വിശ്വസിക്കുന്നവന് സ്നാനം കൊടുക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി മിടുക്കനാണല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നവന് സ്നാനം കൊടുക്കണം മോനെ, അത് സത്യമാണ്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് മോന് വല്ലതും അറിയാമോ? അവൻ അടുക്കടുക്കായി വാക്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, വാക്യം കാണാതെ പഠിച്ചത് കൊണ്ട് സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല. ഇതിനൊരു നിയോഗമുണ്ട്. മരിച്ചവനെ മാത്രമേ കുഴിച്ചിടാൻ പറ്റൂ. കുഞ്ഞിതുവരെയും ചൊവ്വ ചത്തിട്ടില്ലെന്ന്. അവൻ ഞെട്ടി. ഞാൻ മുടങ്ങാതെ വന്നോളാന്ന് പറഞ്ഞു. 2.5 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പിറ്റേ ദിവസം ഒരിടത്ത് ശുശ്രൂഷിക്കാൻ പോകാൻ ഇങ്ങനെ ദൂതൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ വേഗം അവന്റെ അടികിൽ ചെല്ലുക. സ്തോത്രം. ഇല്ലെങ്കിൽ നേരം പുലരുമ്പോൾ സമീപത്തുള്ള ഭവനത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് അവൻ നാടുവിടാൻ പോകും. ഞാൻ വേഗം അവിടെ ചെന്നു. 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ ചെന്നു. ഞാൻ അവന്റെ പേര് വിളിച്ചവനെ പുറത്തിറക്കി. സ്തോത്രം. അവനോട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പെൺകുട്ടി, വിശ്വാസിയായ പെൺകുഞ്ഞിനെ കൊണ്ട് നീ നാടുവിടാൻ പോകുന്ന കാര്യം കർത്താവിനോട് പറഞ്ഞു. ഇപ്പോൾ തന്നെ നിന്റെ പെട്ടിയെടുക്കണം, ഇവിടുന്ന് പണി നിർത്തിപ്പിക്കോ. ഞാൻ പറഞ്ഞ ആ കുട്ടി തന്ന പിക്ചർ തരണം എന്ന് പറഞ്ഞു. അവൻ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. സുവിശേഷ വിരോധിയായ ഒരു സഹോദരനാണ്, പക്ഷേ കുഞ്ഞുങ്ങളെ വശീകരിച്ചതാണ്. അവൻ അവിടെ നാടുവിട്ടു. എന്റെ കണ്ണുമുമ്പിൽ വെച്ച് തന്നെ അവനെ ബസ് കയറ്റിയാൻ വിട്ടു. സ്തോത്രം. ആ പെൺകുട്ടിയുടെ ഭവനത്തിൽ ചെന്നു, മാതാപിതാക്കളെ വിളിച്ചു, കുഞ്ഞിനോട് കാര്യം സംസാരിച്ചു. അവളെ വഴക്കൊന്നും പറയരുത്. മറ്റു ദോഷമൊന്നും സംഭവിച്ചില്ല. ഞാൻ പറയാൻ വന്നത്, ഒരു വിവേചന കണ്ണ് നമുക്കുണ്ടായിരിക്കും. മറ്റൊരിക്കൽ ഒരു പൈതലിന്റെ വിവാഹത്തിന്റെ തലേ ദിവസം അവൾ സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു. ഞാൻ വിളിച്ചു. സ്തോത്രം. ചില മണിക്കൂറുകൾ കൊണ്ട് ഞാൻ അവിടെ എത്തി. അവരുടെ പ്രശ്നത്തെയും പരിഹരിപ്പാനിടയാണ് സഹോദരങ്ങളെ. അപ്പൊ ശുശ്രൂഷയുടെ നേതൃത്വ നിരയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുമ്പോൾ എല്ലാം വെളുത്തതെല്ലാം പാലാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാതെ ഒരു വിവേചന വരത്തിന് വേണ്ടി വിശേഷാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളേ. സ്തോത്രം. അവിടെ ഒരു ഈച്ചയാണെങ്കിയാലും നിങ്ങൾക്ക് ആത്മാവിൽ അതൊന്ന് സെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വിശേഷാൽ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. മോശ നേരിട്ട പ്രശ്നം എന്താണ്? സഭയിൽ പല പ്രശ്നങ്ങളെ താൻ നേരിട്ടു. എന്നാൽ
സഭയിൽ ഭൗതികമായ വിഷയങ്ങൾ വന്നപ്പോൾ ഒരിക്കൽ മോശ മടുത്തു. വേദശാസ്ത്രികൾ പറയുന്നത് 40 ലക്ഷത്തിൽ കുറയാതെയുള്ള ഒരു ജനത, ഒരൊറ്റ ചർച്ചയേ ഉള്ളൂ അന്ന് മരുഭൂമിയിലെ ദൈവസഭ. താനാണ് ലീഡർ ആയിരിക്കുന്നത്, ദൈവം ആക്കിയതാണ്, സ്വയം ആയതല്ല. ചില ആളുകൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നത് പാസ്റ്റർമാരെ ഭരിക്കാനാ. അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുന്നതിനേക്കാൾ ഒന്ന് തോപ്പിച്ച് പ്രസംഗിക്കണം. അതുകൊണ്ട് ഞാനും സെമിനാരി ചെയ്യുക. ഈ അടുത്തിടയിലും 3-4 പേർക്ക് അഡ്മിഷൻ കൊടുത്തില്ല. ഞാൻ അവിടെ ചോദിച്ചു, എന്തോ ഉദ്ദേശം? എനിക്ക് നന്നായിട്ടൊന്ന് പ്രസംഗിക്കണം. അതിന് ബുക്കൊക്കെ പോയി വായിച്ചാൽ മതി. ആത്മാക്കളെ നേടാനും വിളിയുള്ളവർക്കാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു പ്രതികൂലമുണ്ടായി. എന്താണ്? ഒരു ദിവസം ഒരാളല്ല കരയുന്നത്, ജനം മുഴുവൻ കരഞ്ഞു. ഞങ്ങൾക്ക് ഇറച്ചി തിന്മാൻ ആര് തരും? അവരുടെ ആവശ്യം നോൺ വെജിന്റെ വിഷയമാണ്, അല്ലേ? സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞു, ഒരു ദിവസമല്ല, 30 ദിവസം, 10 ദിവസമല്ല, ഒരു മാസം മുഴുവൻ മീറ്റിന്റെ ഫെസ്റ്റിവൽ തന്നെയാണ് തന്നെ. അപ്പോൾ മോശ ഭയക്കുന്നു. മോശ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. അന്നത്തെ കണക്കനുസരിച്ച് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യം, യെസ്, അപ്പോൾ മോശ, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ എന്ന് ചോദിച്ചു. അന്ന് ഏകദേശം 6 ലക്ഷം പുരുഷന്മാര് തന്നെയുണ്ട്. 20 വയസ്സിന് പൂർത്തിയായവരെ മാത്രമേ എണ്ണത്തിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കുഞ്ഞുങ്ങളായിട്ടാണ്. ഒരു വലിയ മഹാപുരുഷാരം. ദൈവം ഒരു നേരം ഇവിടെ ഒരു നേരം ഇല്ലാത്തതിന് നിലവിളിക്കുമ്പോൾ ദൈവം പറയും, ഒരു മാസം മുഴുവൻ തന്നേക്കാം. മോശയുടെ സങ്കടം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? 18-ാം വാക്യത്തിൽ കാണുന്നത്, ഞങ്ങൾക്ക് ഇറച്ചി തിന്മാൻ ആര് തരും എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുവല്ലോ. സ്തോത്രം. മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ റൂട്ട് മാറി ഓടിയ ദേമാസന്മാരെ പോലെയും യൂദാസന്മാരെ പോലെയും ഹുമെനോസിനെ പോലെയും അലക്സാണ്ടറിനെ പോലെയും അതേ ഉള്ള പിന്മാറ്റക്കാരായ ആളുകളുടെ പോക്കും നീക്കവും, പ്രാകൃതന്മാരും ജഡീകന്മാരും അനാത്മീയരുമായ ആളുകളുടെ സമീപനത്തിൽ നിങ്ങൾക്കേറ്റ മുറിവ് നിമിത്തം അറിയാതെയാണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടില്ലേ, ഓ ഈ പെന്തിക്കോസിൽ പോയത് ശരിയായില്ല. ഞാന് സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങി കർത്താവിന്റെ വിളി അനുസരിച്ച് ചുവടുകൾ വെച്ചപ്പോൾ അതികഠിനമായ ശോധനകൾ വന്നു. സ്തോത്രം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചടാ, അച്ഛനെ മാനമര്യാദയ്ക്ക് അവിടെ കാണും പഠിച്ച അച്ഛനായി പോയാൽ പോരായിരുന്നു? നിന്റെ ഈ വീട്ടിൽ നിന്ന് പഠിച്ചിറക്കി നീ നാണം കെട്ട് ഈ വല്ലവരുടെയും കടത്തിണ്ണയിലൊക്കെ പോയി കിടക്കേണ്ട ഗതികേട് നിനക്ക് വന്നല്ലോ. എനിക്ക് മനസ്സിലായൊരു കാര്യം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പുറന്നു വിടാൻ ഭൂമിയിൽ മനുഷ്യർ ഒരു സ്ഥലം പോലും കൊടുത്തു. പക്ഷെ നമ്മുടെ കർത്താവ് ജനിച്ചപ്പോൾ അവനെ വണങ്ങാൻ വന്നത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. നമ്മുടെ നോട്ടം ക്രിസ്തുവിലാണെ നമുക്ക് കംപ്ലൈന്റ് ഇല്ല സഹോദരങ്ങൾ. നമ്മുടെ നാഥനായ കർത്താവിന്റെ കാൽവറിയെ ദിവസവും ധ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിറുപിറുപ്പിന് ഇടമുണ്ടാകുകയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ നിങ്ങൾ ഓരോ ദിവസവും ഓർക്കാൻ കഴിയുന്നുവെങ്കിൽ ഇവിടുത്തെ കഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സാരമില്ല എന്നെണ്ണാൻ പറ്റും.
ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അറിയുക, നമ്പർ 1. 2, യേശുവിൽ ഇരിക്കുക, നമ്പർ 2. അടുത്തത് അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയുക, ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്. യേശുവിനെ അറിയുവാനും യേശുവിൽ ഇരിക്കുവാനും യേശുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയുവാനും കഴിയുന്നതാണ്. ക്രിസ്തുവിൽ ജനിച്ചെങ്കിലേ ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയൂ. ക്രിസ്തുവിൽ ജീവിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയൂ. നമ്മൾ ക്രിസ്തുവിനേക്കാൾ പലതും പ്രയോറിറ്റി കൊടുക്കുമ്പോഴല്ലേ നമുക്ക് കംപ്ലൈന്റ്. നിത്യതയേക്കാൾ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ വലുതായി കാണാൻ ശ്രമിക്കുമ്പോഴല്ലേ പെറുപിറുപ്പ്. അല്ലെങ്കിൽ ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിനതല്ലേ വചനം പറയുന്നു. ഒരു ജോഡി ഡ്രസ് ഉണ്ടോ, സ്തോത്രം ചെയ്തോണം. 3 നേരമില്ലേ, 2 നേരമോ 1 നേരമോ ഉണ്ടോ, സ്തോത്രം ചെയ്യണം. പലപ്പോഴും നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മുടെ സമൃദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. പണ്ട് വിശുദ്ധന്മാരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് തിന്നും കർത്താവേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഇപ്പൊ ഏതാ തിന്നണ്ടിയെന്ന് അറിയത്തില്ല. ഒരു ഹോട്ടലിൽ പോയാൽ സൂപ്പ് മുതല് സ്റ്റാർട്ടർ മുതൽ അങ്ങ് തുടങ്ങിയല്ലേ. അന്ന് മാറിയുടുക്കാൻ തുണിയില്ലാത്ത കാലമുണ്ടായിരുന്നു. ഇന്ന് ഏതാ ഉടുക്കണ്ടേ എന്നുള്ള വെപ്രാളമായിരുന്നു. തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതെല്ലാം സമൃദ്ധിയിൽ നിന്നുള്ള നിലവിളിയില്ലേ. പ്രശ്നങ്ങൾ പലതും അവിടെ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അവരുടെ ഇറച്ചിക്ക് വേണ്ടി അവർ കരയുക. ജനം മുഴുവൻ കരയുന്നു. ഒരാളുടെ കരച്ചില് തന്നെ അടക്കാൻ നമുക്ക് വീട്ടിൽ പറ്റത്തില്ല. അപ്പൊ 6 ലക്ഷം പേര് ഒരുമിച്ച് നിലവിളിച്ചു കഴിഞ്ഞാൽ ആ നിലവിളിയുടെ ദൂരം, ആ ശബ്ദത്തിന്റെ ദൈർഘ്യം എത്ര ഭയങ്കരമായിരിക്കും അല്ലേ. ഇതെല്ലാം കൂടെ ആരാ കേൾക്കേണ്ടിയേ? ലീഡറാണ്. അന്നേരെ മോശ വെള്ളമെടുത്ത് കൈ കഴുകാൻ ശ്രമിച്ചു കാണും. മതി. ദൈവത്തോട് ഉടനെ താൻ കംപ്ലൈന്റ് ചെയ്യുകയാണ്. ഈ ജനത്തെ മുഴുവൻ ഞാൻ വായിക്കേണ്ടതിന് ഞാൻ ഇവരെ ഗർഭം ധരിച്ചോ, സ്തോത്രം, ഞാൻ ഇവരെ പ്രസവിച്ചോ എന്ന് പറഞ്ഞ് മോശ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങുകയാണ്, വ്യസനിക്കാൻ തുടങ്ങിയാണ്. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ദുരാഗ്രഹികളായ സമ്മിശ്ര ജാതികൾ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കുക, 11-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ കാണുന്ന ദുരാഗ്രഹികളുടെ കൂട്ടം എന്നൊരു വാക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദുരാഗ്രഹികൾ, സമ്മിശ്ര ജാതികൾ അവിടെ നിലവിളിപ്പാനിടയായി തീർന്നു. 11-ാം അധ്യായത്തിലുണ്ട്. പക്ഷെ ദൈവം സംസാരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നോക്കുക, 11-ാം അധ്യായം 4-ാം വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾ വയറിനും വസ്ത്രത്തിനും വേണ്ടിയാണോ വരുന്നത്? എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ വരുന്നത്? നിങ്ങൾ ഒരിക്കലും ഭൗതിക വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കരുത്. ദൈവം വീട് തരും, ദൈവം വണ്ടി തരും, ദൈവം പെണ്ണിനെ കെട്ടിക്കാനിടയാക്കും, അങ്ങനെ ആ നന്മയുണ്ടാകും, ഈ നന്മയുണ്ടാകും, ഇത് പറഞ്ഞുള്ള ഭൗതികമായ ഓഫർ പറഞ്ഞ് ഒരിക്കലും ആളുകളെ കർത്താവിലേക്ക് നയിക്കാൻ ശ്രമിക്കരുത്. ഡോക്ടർ ഫെലിക്സ്, പ്രൈസ് ഗോഡ്, ഗോഡ് ബ്ലെസ് യു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ HOD ആണ് അദ്ദേഹം. പ്രൈസ് ഗോഡ്, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കാനാണ്. വരിക്കച്ചക്ക പഴുത്താൽ അണ്ണാൻ വരാൻ വേണ്ടി ആരും ഉപവസിക്കണ്ട.
ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിത അനുഭവത്തിലൂടെ പങ്കുവയ്ക്കുക. ദൈവത്തിന്റെ വചനത്തിന് കലർപ്പില്ലാതെ നിങ്ങളിൽ പ്രാക്ടിക്കലാക്കിയ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ആവേശം കൊണ്ട് എല്ലാ ഉപദേശവും പറയരുത്. നിങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി തന്നത് ക്രിസ്തുവിൽ റൂട്ടഡായ വചനങ്ങൾ, നിങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നത് പോലെ, പകൽ പോലെ വെളിച്ചമായ, പാറ പോലെ ഉറപ്പായതായ ദൈവത്തിന്റെ വചനം, സ്തോത്രം, അത് നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രീച്ചിങ്ങിലുപരിയായി നിങ്ങളുടെ ലൈഫ് കണ്ട് കർത്താവിനെ ഫോളോ ചെയ്യട്ടെ. നിങ്ങളുടെ സംസാരം കണ്ട് ഫോളോ ചെയ്യട്ടെ. നിങ്ങളുടെ സമീപനം കണ്ട് ഫോളോ ചെയ്യട്ടെ. നിങ്ങളുടെ ഇടപാടുകളിൽ തിരിച്ചറിഞ്ഞ് ഫോളോ ചെയ്യട്ടെ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലൂടെ നമ്മുടെ കർത്താവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളോട് ചേർന്ന് വരും. നിത്യജീവനെ എപ്പോഴും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ക്രൈസ്റ്റിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം. എറ്റേണൽ ലൈഫിനെ ഹൈലൈറ്റ് ചെയ്യണം. സ്വർഗത്തിന്റെ മഹത്വം നിങ്ങൾ വർണ്ണിച്ചെങ്കിൽ മാത്രമേ നരകത്തിന്റെ ഭയാനകത അവർ തിരിച്ചറിയത്തുള്ളൂ. ഇന്ന് വേദികളിലൊന്നും നരകത്തെക്കുറിച്ച് പറയാറില്ല, നിത്യതയെക്കുറിച്ച് പറയാറില്ല, നിത്യജീവനെ കുറിച്ച് പറയാറില്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാറില്ല. ഭൂമിയിൽ അനന്തരം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് കുറവാണ്. ചില ആളുകൾ മാത്രം അത് ബ്രീച്ച് ചെയ്യും. ബാക്കിയുള്ളവർക്കെല്ലാം ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഹൈലൈറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രം. അവിടെ നിങ്ങളുടെ ഓരോ ഫെലോഷിപ്പുകളും ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞതായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സദാ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളൊരു ജീവിതം നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പരിചയം കൊണ്ട് ഇന്നലത്തെ മീറ്റിംഗ് വിജയിച്ചത് കൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് വിജയിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓരോ മീറ്റിങ്ങും കർത്താവിന്റെ മഹത്വത്തിനായി ഉള്ളതാകയാൽ ഓരോ മീറ്റിങ്ങിലും ദൈവകൃപ ധാരാളം ആവശ്യമാണ്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു പറയുന്ന വചനങ്ങൾ മാത്രമേ ആളുകളുടെ ഉള്ളത്തെ തട്ടത്തുള്ളൂ. നിങ്ങൾ സാഹിത്യത്തിൽ ചാലിച്ച തോരാമഴ പോലെയുള്ള സാഹിത്യവാക്കുകൾ പറയുമ്പോൾ ആളുകൾ കൈയടിക്കും. നല്ല പ്രസംഗമാണെന്ന് പറയുന്നു. അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യത്തില്ല, അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കത്തില്ല, അവരുടെ കുടുംബ ജീവിതത്തിലുള്ള ഉലച്ചിലുകൾക്ക് വ്യത്യാസം വരുത്തത്തില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ അകൽച്ചകളിൽ നിന്ന് അവരെ റീബിൽഡ് ചെയ്യാൻ കഴിയത്തില്ല. തെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ തിരിച്ചു വരുത്താൻ കഴിയുകയില്ല. അകന്നുപോയ കുടുംബ ബന്ധങ്ങൾ ചേർന്ന് വരാൻ ഇടയാകുകയില്ല. എന്നാൽ ആത്മനിറവിൽ അധികാരത്തോടെ നിങ്ങൾ പങ്കുവെക്കുന്ന വചനം, കുറച്ചുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് മുഴങ്കാലിലിരുന്ന് വചനം ധ്യാനിച്ച് കയറുന്ന ആ പുൾപിറ്റ് ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് ദൈവാത്മാവിന്റെ കൊടുങ്കാറ്റും തീമഴയും കൊണ്ടായിരിക്കും നിങ്ങൾ കയറുന്നത്. So spend your time with Jesus. ഇവിടെ നമ്മൾ കാണുന്ന ദൈവം മോശയോട് പറയുകയാണ്, എന്റെ കൈ കുറുതായി പോയോ. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 23, അത് ഇംഗ്ലീഷിലും കൂടെ വായിച്ചാൽ കൊള്ളാം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ, എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. Can you read it please in English also? Praise God. അവിടെ എന്താ കാണുന്നത്? നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 23. 11:23. And the Lord said unto Moses, Is the Lord's hand waxed short? Thou shalt see now whether my word shall come to pass unto thee or not. Praise God. ദൈവം പറയുകയാണ്, മോശയെ എന്റെ കൈ കുറുതായി പോയോ. മോശ കൗണ്ട് ചെയ്തു. ദൈവമേ, മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ തമ്പുരാനെ കൗൺസിൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നീ കാട്ടിലെ മൃഗത്തെ എല്ലാം പിടിക്കുമോ, ആറ്റിലെ മത്സ്യത്തെ എല്ലാം, കടലിലെ മത്സ്യത്തെ എല്ലാം പിടിക്കും എന്ന് പറഞ്ഞാൽ ഈ പാളയത്തിൽ നിന്നൊന്നും എടുത്തേക്കല്ലേ, പ്രശ്നമാവുകയും സഭയിൽ. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് പിരിവൊന്നും
നീ ഒന്നും ചെയ്യാൻ നോക്കല്ലേ, ഞാൻ ഒരു പരുവത്തിൽ ഈ ജനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ദൈവം ചോദിക്കുകയാണ്, എന്റെ കൈ കുറുതായി പോയോ? മിസ്രൈമിൽ 10 ബാധ അയച്ചപ്പോൾ ഗോശൻ ദേശത്ത് കാലാവസ്ഥയ്ക്ക് അതിരിട്ട ദൈവം ഞാനല്ലയോ? പുറകിലെ സൈന്യത്തെ ഭയന്ന് നീ ഇരുന്നപ്പോൾ പീഹഹിരോത്തിനരികെ പാളയം ഇറങ്ങിയിട്ട് ഫിലിസ്ത്യരുടെ ദേശത്തൂടെ വഴി അടുത്തതെന്ന് വരികിലും ദൈവം മനസ്സിലാക്കി, യുദ്ധം കാണുമ്പോൾ ഇവര് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 14-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം, ദൈവം ആദ്യം പ്ലാൻ ചെയ്തത് അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ചെങ്കടൽ മുറിച്ചല്ല കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. സ്തോത്രം. 13-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. നോക്കുക, അടുത്തത് ചെങ്കടലിനരികെയുള്ള ദൈവം അവരെ നോക്കുക. അപ്പൊ ദൈവം കടല് മുറിക്കാതെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത സമയമുണ്ട്. ചില സമയത്ത് നമുക്ക് ചില ആലോചനകൾ ദൈവം തന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കും, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ അങ്ങ് സ്റ്റക്കായി പോകും. നമുക്ക് കൺഫ്യൂഷനാ, വാട്ട് ഈസ് നെക്സ്റ്റ്, നോ ഐഡിയ. കർത്താവേ എന്താ ചെയ്യേണ്ടത്, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്നല്ലോ. എന്റെ വാത്സല്യ സൗരങ്ങളെ, നിങ്ങൾ അതിൽ ഭയപ്പെടണ്ട. കാര്യം എന്താണ്? ഞാനും നിങ്ങളും അറിയാത്ത പ്രശ്നം ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം ആ റൂട്ട് ക്ലോസ് ചെയ്ത് വേറെ ചാർട്ട് ചെയ്യും. പ്രൈസ് ഗോഡ്. ഞാനൊരിക്കൽ ഭുജിൽ നിന്ന് നളിയ എയർഫോഴ്സ് ക്യാമ്പിലേക്ക് ബൈബിൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ് 1988. സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇന്ന് നീ പോകരുത്. ഞാനന്ന് പോയില്ല. പിറ്റേ വ്യാഴാഴ്ച പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ 56 കിലോമീറ്റർ മറ്റൊരു വഴി ചുറ്റിയിട്ട് വേണം പോകാൻ. അപ്പൊ എനിക്ക് 150 കിലോമീറ്റർ ബൈക്ക് ഓടിക്കണം. നീ മാണ്ഡവി വഴി പോകണം. കാരണം ഞാൻ പോകുമ്പോൾ മുഴുവൻ ബോക്സ് നിറച്ച് ട്രാക്ടറും കൊണ്ടുപോയി ഓരോ ഗ്രാമങ്ങളിൽ ഇറങ്ങി കൊടുത്താ പോകുന്നത്. അന്ന് ദൈവം എന്നെ തടഞ്ഞു, റൂട്ട് മാറ്റി വിട്ടു. ഞാൻ അതുവഴി മുമ്പ് പോയിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞ അനുസരിച്ച് ഭുജിൽ നിന്ന് നേരെ നളിക്ക് പോകാൻ 100 കിലോമീറ്ററേ ഉള്ളൂ. അതുവഴി പോയാൽ മതി. പക്ഷെ ദൈവം എന്നെ അതുവഴി വിടാതെ റൂട്ട് മാറ്റിയിട്ടു. മാണ്ഡവി വഴി പോവുകയാണ്. ഞാൻ വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ വാര്യാപുരം യോനാച്ചായൻ എന്ന കേരളത്തിലെ സിംഹമായ പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അരികിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അദ്ദേഹം കുതിച്ചു ചാടി എന്റെ അരികിൽ വന്ന് ഒരു കൈ എന്റെ തലയിലും ഒരു കൈ എന്റെ നെഞ്ചിലും വെച്ചിട്ട് പറയുകയാണ്, പട്ടാള ക്യാമ്പിൽ ഒരു പ്രാവശ്യം പോകാതെ ഞാൻ നിന്നെ തടഞ്ഞു. 2ാം പ്രാവശ്യം 56 കിലോമീറ്ററുടെ എക്സ്ട്രാ ചുറ്റി ഞാൻ നിന്നെ വിട്ടത് പതിയിരുന്ന വാൾമുനയിൽ നിന്ന് നിന്റെ പ്രാണനെ രക്ഷിക്കാനായിരുന്നു. ഇപ്പൊ സുവിശേഷ വിരോധികൾ എന്നെ കിട്ടിയാൽ അറക്കാനിരുന്ന സമയമാണ് ദൈവം മാറ്റിവിട്ടത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ച് വ്യസനിക്കരുത്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ആഗ്രഹത്തെക്കാൾ താഴെ ഒരാഗ്രഹം ഒരിക്കലും നിങ്ങളെ കുറിച്ച് ദൈവം ചെയ്യത്തില്ല. നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ നിലവാരം കുറഞ്ഞ ഒരു ഭാവി ദൈവം പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് ചെയ്യത്തില്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴി നിങ്ങളുടെ വഴികളിലും മീതെ ഉയർന്നിരിക്കുന്നു. ഹയർ ദാൻ യുവർ തോട്ട്, ഹയർ ദാൻ യുവർ വേസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അല്പം ഡിലേ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളുടെ ബുക്കിൽ,
ലേറ്റ് ബ്ലെസ്സിങ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അർഹതപ്പെട്ട ബ്ലെസ്സിങ്സ് ഒന്നും കയ്യിൽ വരാതെ പോകുന്ന സമയങ്ങൾ തോന്നും. മൊർദെഖായി രാജാവിന്റെ പ്രാണനെ രക്ഷിച്ചിട്ട് ഇൻസ്റ്റന്റ് ആയ റിവാർഡൊന്നും കൊടുത്തില്ല, റെക്കോർഡ് ചെയ്തിട്ടു. എന്താ തരാഞ്ഞത്? ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്നാണ്. രാജാവിന്റെ പ്രാണനെയാണ് രക്ഷിച്ചത്, അപ്പൊ പ്രാണനാ വിതച്ചത്. അപ്പൊ പ്രാണൻ തിരിച്ചു കൊയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം ആ റിവാർഡ് മാറ്റി ഹൈഡ് ചെയ്ത് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 75 അടി ഉയരമുള്ള അല്ലെങ്കിൽ 50 മുഴ ഉയരമുള്ള കഴുകുമരത്തെ പ്രാർത്ഥനാ മനുഷ്യനെ തൂക്കി പരസ്യകോലമാക്കാൻ ആഗ്രഹിച്ച് ഹാമാൻ പണി തീർത്ത് പ്രഭാതത്തിൽ അനുവാദം വാങ്ങാൻ രാജസന്നിധിയുടെ കവാടത്തിലെത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഉറക്കത്തെ എടുത്തു മാറ്റി ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിച്ചപ്പോൾ രാജസന്നിധിയിൽ കേട്ട വാക്ക്, മൊർദെഖായിക്ക് എന്തോ കൊടുത്തു. പ്രാണനെ രക്ഷിച്ചവരെന്തോ കൊടുക്കേണ്ടിയോ ഒരു ഐഡിയ ഇല്ല. ഏറ്റവും അതിവിദഗ്ധനായ മനുഷ്യൻ പറയണം എന്നാ കൊടുക്കണം. കഴുകുമരം ഉണ്ടാക്കിയവൻ അറിഞ്ഞില്ല. ഒരു ഇൻവിറ്റേഷൻ വരുന്നു, നീ പറ, ഞാൻ മാനിക്കാവുന്നവൻ എന്തു കൊടുക്കണം. ഇന്ന് രാവിലെ ഓർത്തുകൊള്ളണം, ശത്രു വധിക്കാൻ വിധി വാങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ അവന്റെ അധരത്തിൽ നിന്ന് തന്നെ മാനിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ എഴുതി വെച്ചോണം, ശത്രുവിന്റെ വിധി എഴുത്തുകളെയൊക്കെ ദൈവാത്മാവാരോടോ ഈ ക്ലാസ്സിൽ ഇടപെടുകയാണ്. പ്രൈസ് ഗോഡ്. ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്ന ദൈവം, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ ഭയപ്പെടുന്നതൊന്നും ഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നിന്നെ കരങ്ങളിൽ വഹിക്കും എന്ന് ഉറപ്പു തരികയാണ്. പ്രൈസ് ഗോഡ്. മോശ കരയുന്നു, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ഗോഡ്. ദൈവം ചോദിക്കുകയാണ്, എന്റെ കൈ കുറുതായി പോയോ എന്ന് പറഞ്ഞാൽ 1 മാസമൊക്കെ ഇറച്ചി കൊടുക്കുന്ന ദൈവം പറഞ്ഞ വാക്കൊന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി മോശ കൗൺസിൽ ചെയ്യുക. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ ഈ ലോകത്തിൽ പലതിന്റെ അളവ് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ദൈവശക്തിയുടെ അളവ് മാത്രം തിട്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ല. He can do what you think, more than you think. Praise God. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഉറച്ചുകൊള്ളണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ വാക്കുകളിൽ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആത്മാവിന്റെ ആ ഒരു നിറവിൽ സഞ്ചരിപ്പാനും ജീവിപ്പാനും ശുശ്രൂഷിപ്പാനും എപ്പോഴും ദൈവാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ കൈ കുറുതായി പോയോ? എൻ്റെ വചനം നിവൃത്തിയാകയില്ലയോ? ദൈവത്തെ നമ്മൾ എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത് സഹോദരങ്ങളെ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ 12-ലധികം കൽപ്പനാ ശബ്ദങ്ങൾ കാണുന്നുണ്ട്. ദൈവം പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ. ഒറ്റ വേർഡാണ്. ഉണ്ടായോ? വെള്ളവും തമ്മിൽ വേർതിരിക്കട്ടെ. വേർതിരിഞ്ഞു. പച്ചസസ്യങ്ങളും അതത് വൃക്ഷത്തിന്റെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. മുളച്ചു വന്നു. ജലജന്തുക്കൾ കൂട്ടമായി പെരുകട്ടെ. പെരുകി. പരക്കട്ടെ. പരന്നു. കൂടട്ടെ. കൂടി. വർദ്ധിക്കട്ടെ. വർദ്ധിച്ചു. പെരുകട്ടെ. പെരുകി. മനുഷ്യവർഗം ഭൂമിയിൽ നിറയട്ടെ എന്നൊരു വേർഡ് പറഞ്ഞെങ്കിൽ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, താരാപഥങ്ങൾ ഇന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം കിടക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഞരങ്ങുമ്പോൾ തമ്പുരാൻ പറയുന്നു, അവൻ നക്ഷത്രങ്ങളെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ദൈവം കൽപ്പിച്ചുണ്ടാക്കിയതാ. എന്തിന്?
തന്റെ കൈ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് വേണ്ടി. അങ്ങനെയുണ്ട്. ദൈവത്തെ നാം ലിമിറ്റ് ചെയ്യരുത്. രാവിലെ ഞാൻ താഴ്മയോട് കർത്താവിൽ ഓർപ്പിച്ചുണർത്തട്ടെ, നിന്റെ വിഷയത്തെ പരിഹരിച്ചു തരാൻ കർത്താവിന് കഴിയത്തില്ലെന്ന് ഇന്ന് വരെ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. നിന്നെ വീണ്ടെടുത്തെങ്കിൽ നിന്റെ പ്രശ്നം കൂടെ ചേർത്താ ദൈവം ഇനി മേടിച്ചേക്കുന്നു. നിന്നെ വീണ്ടെടുത്തെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയും കൂടെ ചേർത്താ തമ്പുരാൻ ഇഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ വീണ്ടെടുത്തെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്താണ് ദൈവം പിടിച്ചിരിക്കുന്നത്. പെട്ടകം പണിയാൻ നോഹയോടെ പറഞ്ഞോളൂ. തമ്പുരാൻ പറഞ്ഞു നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക. ദാറ്റ് മീൻസ് യുവർ വൈഫ് ആൻഡ് യുവർ ചിൽഡ്രൻ, നിന്റെ മരുമക്കൾ എല്ലാം ഇതിനകത്തോട്ട് വിശ്വസിച്ച് ഈ പ്രഭാതത്തിൽ നന്ദി പറ. യെസ്, എന്റെ വിളി വ്യക്തമാണ്, എന്റെ വഴിയും വ്യക്തമായിരിക്കും. ഓ, നമ്മൾ പാടുന്നുണ്ടല്ലോ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന് മാറാത്ത വല്ലഭൻ. നമ്മൾ ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ കൃപ അതാണ് നമ്മൾ നിലനിർത്തുന്നത്. മോശയോട് ദൈവം പറയുകയാണ്, എന്റെ വചനം നിവർത്തിയാകയില്ലയോ. നമ്മൾ വായിക്കുന്നു, അനന്തരം ദൈവം അയച്ച കാറ്റ് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു എന്ന് നമ്മൾ 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 11-ാമത്തെ അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ശ്രദ്ധിച്ചാട്ടെ, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, നിന്റെ വഴി എവിടെ നിന്ന് വരുമെന്നൊന്നും നീ ചോദിച്ച് ഞരങ്ങണ്ട. ദ റൈറ്റ് ടൈം, ത്രൂ ദ റൈറ്റ് വേ, ത്രൂ ദ റൈറ്റ് പേഴ്സണെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി കൊണ്ടുവരും. ചെറുനാമീൻ പറയാമോ നിങ്ങൾക്ക്? പ്രൈസ് ഗോഡ്. റൈറ്റ് ടൈമിൽ റൈറ്റ് വേയിലൂടെ റൈറ്റ് പേഴ്സണെ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊണ്ടുവരും. ഒരു ഷോർട്ട് കട്ടും നമുക്ക് അതിന് ആവശ്യമില്ല, ഒരു ഷുഗർ കോട്ടും അതിന് ആവശ്യമില്ല. പ്രേ ആൻഡ് വെയിറ്റ്, ഗീവ് ഗോഡ് ടൈം ടു ആക്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം കൊടുക്കുക. സ്ഥിരമായി നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം സാധാരണമായിരിക്കാം, അതവിടെ താടിക്ക് കൈയും കൊടുത്ത് വിഷണ്ണ മനസ്സോടെ ഇരിക്കുന്ന, ഇന്ന് ഞാൻ മറക്കാത്ത ഒരു വീടുണ്ട്, എൽദോ ഭവൻ, തൃശ്ശൂര്. ഞാൻ ഒരിക്കൽ അടുവാസ പ്രാർത്ഥന ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിക്കാൻ ചെന്നു. മോൾക്ക് 35-32 വയസ്സെന്നുണ്ട്. ശുശ്രൂഷയിൽ അമ്മാമ്മ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. എനിക്ക് ഭക്ഷണം തന്നോണ്ടിരുന്നപ്പോ അമ്മാമ്മ ഒരു സ്റ്റൂളിന്റെ അവിടെ വന്നേച്ച് ഡെസ്കിൽ ഇങ്ങനെ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇരിപ്പാ ഇത്? ആരാധനയിൽ നല്ല സന്തോഷമതിയായി ഇരുന്ന ഈ മുഖം ഇതെന്നാ പറ്റി? വളരെ വിഷണ്ണയായിട്ടിരിക്കുന്നല്ലോ. എന്റെ പാസ്റ്ററെ, മോക്ക് 10-33 വയസ്സ് കഴിഞ്ഞു, എന്റെ കുഞ്ഞിന്റെ കല്യാണം. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഈ കസേര എടുത്ത് സ്റ്റോറി കൊണ്ടിടാൻ പറഞ്ഞു. അവരതങ്ങ് അനുസരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു, മേലെ ഇനി ഈ കസേര കുറച്ച് നാളത്തേക്ക് ഇരിക്കണ്ട. ഞാൻ പറഞ്ഞു, ആരാധന സ്ഥലത്തിരുന്ന് വചനം കേട്ട് ആത്മാവിൽ സന്തോഷിച്ചപ്പോൾ പ്രതീക്ഷ വന്നു, പ്രത്യാശ വന്നു, ധൈര്യം വന്നു. ആ മുഖം കണ്ട ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് എങ്ങനാ? ആ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞ് ഇന്റർവെൽ ആയപ്പോഴത്തേന് സാത്താൻ വിത്ത് വിതച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുഖം വാടിയത്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഈ അവിശ്വാസത്തിന്റെ മുഖം കണ്ട തമ്പുരാൻ തിരിച്ചു കയറി പോകത്തല്ല ഉള്ളോ. അതുകൊണ്ട് അതിലെത്തി പറഞ്ഞുകൊണ്ട് നടക്ക. എനിക്ക് തലമുറയെ തന്ന ദൈവം കരുതി കഴിഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ട് നട. എനിക്ക് വേണ്ടത്, എന്റെ കുഞ്ഞിന് വേണ്ടത്, എന്റെ കുടുംബത്തിന് വേണ്ടതല്ല, എന്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, പാസ്റ്ററേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എന്റെ കുഞ്ഞിന് 5 പൈസ കൊടുക്കാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കല്യാണത്തിനായി ദൈവം കൊണ്ടുവന്നു. പാസ്റ്റർ കല്യാണത്തിന് വരണേ. ഞാൻ പറഞ്ഞ കസേര പഴയ സ്ഥലത്ത് ഇല്ല, ഇപ്പോഴും സ്റ്റോറി കിടക്കുന്ന. അവോയ്ഡ് ഓൾ ദി നെഗറ്റീവ് എനർജി മൈൻഡ് സെറ്റ്.
എന്തായിത്തീരുമെന്ന് അന്താളിച്ചു നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവമാ. സ്തോത്രം. ക്ഷീണിച്ച് മരിക്കുമെന്ന് തോന്നിയെടുത്തല്ലേ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കിയത് ദൈവം. നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ ദൈവത്തിന് കഴിയും. സത്യം, നിന്റെ വിഷയത്തിന് വേണ്ടി കഴിയും. അപ്പൊ ദൈവം പറയുകയാണ്, എന്റെ കൈ കുറുതായി പോയോ, എന്റെ വചനം നിവൃത്തിയാകില്ലയോ എന്ന് നീ കാണും. ഇന്നലകളിൽ ദൈവം നമ്മളോട് സംസാരിച്ചത്, നടക്കത്തിൽ നിന്ന് പിശാച് വിധി എഴുതിയത്, ആത്മാവിൽ പറ യെസ്. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണാലെ ഞാൻ ഈ 2025 കാണും. ഈ മാസങ്ങളിൽ കാണുമെന്ന് പറ, ഈ ആഴ്ചകളിൽ കാണുമെന്ന് പറ, ഈ ദിവസങ്ങളിൽ കാണുമെന്ന് പറ. ഓ റബാനഗതിനി ഘടകമനഗസിയ. പൊളിക്കേണ്ടത് ദൈവം പൊളിച്ചു മാറ്റും, അഴിക്കേണ്ടത് ദൈവം അഴിച്ചു മാറ്റും. ചേർക്കാൻ ദൈവം ആഗ്രഹിക്കാത്തതിനെ ദൈവം ചെതറിച്ചു കളയും. ചേർന്ന് വരാൻ ദൈവം ആഗ്രഹിക്കുന്നവനെ ദൈവം തന്നെ ഉടച്ച് പണിത് കൂട്ടിച്ചേർക്കും. ചില പിടിവാശിയും വെല്ലുവിളികളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള പരിഹാരം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. നോക്കുക, നമ്മളവിടെ കാണുന്നത്, അവിടെ ഏതാണ്ട് 48 hours കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത ആളുകളെ നമ്മൾ കാണുന്നത്. ജനം രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസം മുഴുവനും പിറ്റേനാൾ മുഴുവനും എല്ലാം പിടിച്ചുകൂട്ടി. ഏറ്റവും നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചെന്ന. 10 പറ. ഒരു പക്ക എന്ന് പറഞ്ഞാൽ 4 നാഴിക. ഒരു പറയെന്ന് പറഞ്ഞാൽ 10 പക്കായ. ഒരു പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നാഴി. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരു പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പക്കായ എന്ന് പറഞ്ഞാൽ 400 നാഴിക. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കണം, 10 പറയെന്ന് പറയുമ്പോ എത്ര ആയി? 100 പക്കായായി അല്ലേ? 100 പക്ക എന്ന് പറയുമ്പോൾ 400 നാഴി ഇറച്ചി വേണമെന്നുണ്ടെങ്കിൽ എത്ര പിടിക്കണം? ഒരു കോഴിയെ മേടിച്ചാൽ 1 കിലോ ഉണ്ടെങ്കിൽ 700 ഗ്രാമേ കിട്ടും, 300 ഗ്രാം വേസ്റ്റ് പോകും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പിടിച്ചു? ക്ഷീണമൊന്നും ഇല്ലയോ? ഷുഗർ ഒന്നും ഇല്ലയോ? ടയർഡായില്ലല്ലോ. അപ്പൊ ജനത്തിന്റെ അപ്പം നന്നാ കുറച്ച് പിടിച്ചവനാണ് ഈ 400 നാഴിക്കുള്ള ഇറച്ചിക്കുള്ള ആളിനെ പിടിച്ചത്. ഭൗതികത്തിന് വേണ്ടി എന്തൊരു ഉത്സാഹച്ചാട്ടങ്ങളാണല്ലേ. പ്രൈസ് ഗോഡ്. അപ്പൊ ആരോഗ്യമുള്ളവൻ എത്ര പിടിച്ചു കാണും? അവര് കാടയെ പിടിക്കാൻ ദൂരെ പോയോ? ഇല്ല. പാളയത്തിന് ചുറ്റും 4 ദിക്കിലേക്ക് ഒരു ദിവസത്തെ വഴി ദൂരം നിർത്തിയെന്നാണ് എഴുതിയിരിക്കുന്ന. അപ്പോ എത്ര മില്യൺ, ബില്യൺ, ട്രില്യൺ. കുഞ്ഞെ, നിന്റെ ആവശ്യത്തിനുള്ളത് നിന്റെ കൂടാവാരവാതിക്കൽ ദൈവം കൊണ്ടുവരാൻ ശക്തനല്ലയോ? നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ നടത്തുവാൻ ദൈവം പ്രാപ്തനല്ലയോ? ആരെക്കാളും നിന്നെ അടുത്തറിയാൻ കഴിയുന്ന ഒരു സർവശക്തനല്ലയോ നിന്നെ വിളിച്ചിരിക്കുന്നത്? മോശ ദൈവത്തോട് കരയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ച്, ഇത് നിമിത്തം വിചാരിച്ച് നീ എന്നെ കൊന്നു കളയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. അപ്പൊ മോശയുടെ കരച്ചിൽ ശരിക്കും എന്തായിരുന്നു? പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ നിങ്ങൾ വായിച്ചു നോക്കിക്കാട്ടെ. ഏകനായി ഈ സർവജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അപ്പോൾ 11 മുതൽ കൂടെ വായിച്ചാട്ടെ. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ
ഒരു ധാത്രി എടുക്കുന്നത് പോലെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഇവിടെ സഭയിലെ പ്രശ്നം കൃപാവരങ്ങൾ പ്രാപിക്കാത്തതിനുള്ള കരച്ചിലാണോ? അല്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തതിനെ കുറിച്ചുള്ള ദുഃഖം വല്ലതും ആണോ? അല്ല. മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടുള്ള വിഷയത്തിനാണ് അടി നടക്കുന്നത്, ബഹളം നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കൃപാവരങ്ങൾ പ്രാപിക്കാൻ കഴിയാഞ്ഞതിലുള്ള അടിയാണോ വീട്ടിൽ നടക്കുന്നത്? സ്തോത്രം. അല്ല. അഭിഷേകം പ്രാപിക്കാത്തതിനുള്ള ബഹളമാണോ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് നടക്കുന്നത്? വേദപുസ്തക സംബന്ധമായ ആത്മീയ കാര്യങ്ങളുടെ പ്രശ്നങ്ങളാണോ വീട്ടിലുള്ളത്? ഒന്നുമല്ല. 3 കാര്യം മോശ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. 1, നീ അടിയനെ വലച്ചതെന്ത്? അപ്പൊ ദൈവം വലച്ചു എന്നുള്ള ഒരു അർത്ഥം പറയുന്നുണ്ട് അല്ലേ? 2, നിനക്കെന്നോട് കൃപ തോന്നാതെ ഈ സർവ്വസഭയുടെ ഭാരം എന്റെ മേൽ വെച്ചത് എന്ത്? വീണ്ടും പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ നീ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിക്കാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? അടുത്തത് 4 പറയുന്നു, ഞാൻ അവരെ പ്രസവിച്ചുവോ? 5 പറയുന്നു, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? ലീഡർഷിപ്പിലേക്ക് കയറുമ്പോഴാണ് കാര്യം പിടികിട്ടുന്നല്ലേ. ഇത്രയും ദിവസങ്ങൾ ക്ലാസ് ഒക്കെ വളരെ സുഖമായിരുന്നു അല്ലേ? നമ്മൾ കാര്യത്തിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ പല ഫേസ് ചെയ്യുന്നത്. ബട്ട് നീഡ് നോട്ട് ടു വറി. ദൈവം നിന്നെ ഒരു പോസ്റ്റിലാക്കിയിട്ടുണ്ട്. ദൈവം നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നയിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം. നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയം മുതൽ അതിൻ്റെ ഡെലിവറൻസ് കാണുന്നിടം വരെ നിങ്ങൾ കേവലം ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിരിക്കും. ചെയ്യുന്നത് മുഴുവൻ ദൈവമായിരിക്കും. ഇറങ്ങുന്നത് മുഴുവൻ ദൈവശക്തിയായിരിക്കും. വെളിപ്പെടുന്നത് മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറി ആയിരിക്കും. വിളിച്ചിട്ട് ഹാഫ് വേ ലീവ് ചെയ്യുന്ന ദൈവമല്ല, നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എപ്പോൾ ദൈവത്തിന് പ്രസാദപ്രകാരം ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മനസ്സൊന്നു നൊന്താൽ ആ നിമിഷം ദൈവിക ഇടപെടൽ നടക്കും. ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന കാര്യം. ചില സമയങ്ങളിൽ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു പോകുന്ന ചില സന്ദർഭമുണ്ട്. ഞാൻ മാറത്തടിച്ച് ദൈവസന്നിധിയിൽ കർത്താവേ എന്നൊരു വിളിച്ചു കഴിയുമ്പോൾ ഒട്ടും താമസിക്കത്തില്ല, അതിന്റെ മറുപടി ഞാൻ ഇൻസ്റ്റന്റായി കണ്ടിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടി കരുതാറുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. കർത്താവിന്റെ ഇഷ്ടം വിട്ട് എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്നോട് പോലും ഒരു കോംപ്രമൈസ് ആ കാര്യത്തിലില്ല. കാരണം ദൈവ ഇഷ്ടം വിട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് മാറാൻ എന്നെ കൊണ്ട് പറ്റില്ല സഹോദരൻ. എൻ്റെ ഉള്ളം പെടയും. എനിക്ക് കർത്താവിനെ നോവിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. കർത്താവിനെ വേദനിപ്പിച്ചാൽ എനിക്ക് ഭയങ്കര ദുഃഖം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഇഷ്ടം വിട്ടു മാറിയാൽ നിങ്ങളുടെ മനസ്സ് നോവത്തില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് തൻ്റെ ഇഷ്ടം വിട്ട് നാം മാറിയാൽ കർത്താവിന് നല്ലപോലെ നോവും. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ശരിയാകാമെങ്കിൽ നമ്മുടെ പിള്ളേർ ശരിയാകും. സ്തോത്രം. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപ്പശുവിനെ ചേർത്ത് കെട്ടുന്നത് പോലെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ചേർത്ത് കെട്ടാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. നമുക്കറിയാം, പ്രൈസ് ഗോഡ്, ദൈവം പറഞ്ഞതുപോലെ ദൈവം ഇറങ്ങും. പ്രൈസ് ഗോഡ്. നിങ്ങൾ 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, എന്നാറേ യഹോവ
ഒരു മേഘത്തിന്റെ കീഴിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. സഭയിൽ ഭയങ്കര പ്രശ്നം നടക്കുക, സകല ജനവും നിലവിളിയും ബഹളവാ. ഒരു നേതാവ് ഒറ്റയ്ക്ക് കിടന്ന് ഞരങ്ങുക. ദൈവം ദൂരെ നിന്നോ ഇറങ്ങി വന്നോ? പറ. ആ വാക്യം എല്ലാവരും വായിച്ച്, ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച്. അഞ്ചു സ്തോത്രം. വേഴ്സ് 25. And the Lord came down in a cloud and spake unto him. നിന്റെ പ്രതിസന്ധിയിൽ കർത്താവ് ദൂരത്ത് നിൽക്കുമോ അതോ ഇറങ്ങി വരുമോ? നിങ്ങൾ പറഞ്ഞേ. എനിക്ക് And took the spirit that was upon him and gave it unto the 70 elders. And it came to pass that when the spirit rested upon them, they prophesied and did not cease. Thank you. ശ്രദ്ധിച്ചാട്ടെ. എനിക്ക് 10 വർഷത്തോളം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു പ്രിയപ്പെട്ടവരുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിതാവ് 2ാമത് കല്യാണം കഴിച്ചു. കുറച്ചാൾ കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം 3ാമതും കല്യാണം കഴിച്ചു. അപ്പോൾ ഈ മകന്റെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നതിൻ്റെ അന്ന് തന്നെ ആ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് മാറാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമേ ഞങ്ങൾ അങ്ങ് മരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞേടാ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പ്രിയപ്പെട്ടവളെയും വിളിച്ചൊടിഞ്ഞ് പോരെ. സ്തോത്രം. ഇവിടെ ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക്, ഒരു ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് 4ആയിട്ട് മുറിക്കാം. ഓൻ വിഷമിക്കണ്ട, നീ പോരാൻ പറഞ്ഞു. ഏറിയ നാളുകൾ ഞാൻ എൻ്റെ കൂടെ നിർത്തി. ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ് താനെ മടങ്ങിപ്പോയി. കുറെ നാളുകൾ ഞാൻ ഒരു വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്ത് എന്നോട് ഒരുമിച്ച് പാർപ്പാൻ അനുവദിച്ചു. കുറെ നാൾ കഴിഞ്ഞ് താൻ ഭവനത്തിൽ ചെന്നു. അല്പം സ്വല്പം അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പം ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ജോസ്പേ, നമ്മുടെ ദൈവം വൻ കാര്യങ്ങളിൽ ചെയ്യുന്ന ദൈവമല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടന്ന ഒരു പ്രയാസമുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിച്ചെടുക്കാനിടയായിരുന്നു. എന്നോട് പറയാ, സാറേ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമൊക്കെ ആണെന്നാ പറയുന്നത്, പക്ഷെ ഇപ്പൊ പുള്ളിക്കാരെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, പക്ഷെ ഇപ്പൊ പുള്ളിക്കാരനൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അന്ന് രാത്രി ഞാൻ വളരെ കരഞ്ഞു. കർത്താവേ, കേൾക്കാൻ ഫലിതമാണെങ്കിലും വേദനയിൽ നിന്നാണല്ലോ ഇതിൽ പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ആ കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടായി കേട്ടോ. ദൈവത്തിന് ഓക്കെ. സഹോദരങ്ങളെ, നമ്മൾ വിങ്ങുമ്പോൾ ദൈവം ദൂരത്ത് നിൽക്കത്തില്ല. സ്തോത്രം. നീ വിങ്ങുമ്പോൾ ദൈവം ദൂരത്ത് നിൽക്കത്തില്ല. മെസ്സേജാ, മനസ്സിൽ ധൈര്യപ്പെട്ട് കുറിച്ചിട്ടോ. മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്നവനായ എൻ്റെ ദൈവം. അവൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇത്രയും ജനം മോശയ്ക്കെതിരായി സംസാരിച്ചപ്പോൾ മോശ ഒറ്റപ്പെട്ടു. ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, നീ ചില സന്ദർഭങ്ങൾ ഒറ്റപ്പെട്ടാൽ, ഈ മോർണിംഗ് ടൈമിൽ പരിശുദ്ധാത്മാവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അപ്പോൾ യഹോവ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി. The whole church is watching. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങും കേട്ടോ. ഹൃദയത്തിൽ നീ ഉറക്കണം. വീട്ടിലെ ബഹളവും ഗുസ്തി ഒന്നും കണ്ട് നീ മൈൻഡ് ചെയ്യണ്ട. ദൈവത്തിന് എറിഞ്ഞു കൊടുത്തേരെ. സമാപനം നിന്റെ തലമുറ പറയുന്നതല്ല, എൻ്റെ ദൈവം പറയുന്നു. സമാപനം ഞാനും നിങ്ങളും വിധി എഴുതിയിരിക്കുന്നതല്ല, വിളിച്ച ദൈവം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓ റമാന റഹത്തുല റമശ്യ. ഓ പ്രൈസ് ഗോഡ്. ഞാൻ ക്ലാസ് തുടരുന്നില്ല, ഒരു 5 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവത്തിന്റെ ലീഡിങ്ങിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലമുറ ഗൈഡ് ചെയ്യാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. മോശയുടെ പെയിൻ ദൈവം മനസ്സിലാക്കി ഇറങ്ങി. ദൈവം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ അകത്തുനിന്ന് വരുന്ന കഠിനമായ പ്രോബ്ലങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ അറിയില്ല. പക്ഷേ റൈറ്റ് ടൈമിൽ ദൈവം ഇറങ്ങും.
അതിന്റെ മഹത്വം നിങ്ങൾ കാണും. Praise God. മിസ്രൈം ഞങ്ങൾക്ക് നല്ലതായിരുന്നു എന്ന് അവര് പലപ്പോഴും പറഞ്ഞു. Praise God. വിട്ടതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് വചനത്തിൽ എഴുതി. നമ്മുടെ ഫോക്കസ് ഏതാണ്? നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതേ നിങ്ങളുടെ അധരത്തിൽ വരും. അതുകൊണ്ട് ഉത്കണ്ഠ, ആകുലത, ഭയം, സംശയം, പിറുവിറുപ്പ്, നെടുവീർപ്പ്, പരാതി പറച്ചിലെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് നന്ദി പറഞ്ഞ് ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ചു തുടങ്ങാൻ. വാഗ്ദത്തത്തിന് വിരോധമായി നിന്ന് യെരിഹോ അതിൽ ഇടിഞ്ഞു വീണത് അവര് കോടാലിയും ചുറ്റിയല്ലയും ഒക്കെ എടുത്ത് ഒന്നും പാരക്കമ്പിയും വെച്ചൊന്നും തുരന്നിടിച്ചൊന്നും അല്ല പൊളിക്കാൻ പോയത്. സിമ്പിൾ, they praised God. നിന്റെ തടസ്സമോർത്ത് നീ സ്തുതിച്ചാ മതി, ഇടിയുമെന്നേ. പഴക്കം ചെന്ന കൂറ്റൻ മതിലാണേലും പൊളിഞ്ഞ് താഴെ വീഴും. Oh, praise to Jesus. Oh, hallelujah. Praise God, praise God. ദൈവം ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ പ്രശ്നം ദൈവത്തിന്റെ ഗ്ലോറിക്ക് വഴിമാറും, ദൈവത്തിന്റെ മിറക്കിൾസിന് വഴിമാറും. Praise God. ദൈവം പ്രൂവ് ചെയ്യും നിനക്ക് കോളിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. ദൈവത്തിന്റെ ദാസിയാണോ നീ? ദൈവത്തിന്റെ ദാസനാണോ നീ? നീ ദൈവത്തിന്റെ കൺമണിയാണോ? നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണോ അല്ലയോ എന്നൊക്കെ ദൈവം പ്രൂവ് ചെയ്യുന്നത് നിന്റെ പ്രശ്നത്തിന്റെ നടുവില. So be strong in the Lord. Oh Jesus, praise be to Jesus. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങേക്ക് അസാധ്യമായി ഒരു കാര്യവുമില്ല. ഒരുമനപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുബസിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം കർത്താവേ, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങൾ കൂടി വരുന്ന ഈ സമയത്ത് അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവേ, മേഘസ്തംഭമായിട്ടും അഗ്നിത്തൂണായിട്ടും ഇസ്രായേൽ ജനതയോട് കൂടെ ഇരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഇന്നും ഒരു കൃപ പോലെ കർത്താവെ ഞങ്ങളുടെ തലമുറയിലുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളുടെ സാന്നിധ്യമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് മേഘസ്തംഭമായിട്ട് നീ നിമിഷം ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടല്ലോ കർത്താവെ. കർത്താവെ, അങ്ങേ അറിയേണ്ടുന്നവണ്ണം അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയിൽ ഇരിപ്പാൻ തക്കവണ്ണം, അങ്ങയിൽ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കർത്താവെ അതിന്റെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ അതിനുവേണ്ടി നിലനിൽക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്ക് അതിനേക്കാൾ പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ടെന്ന് വെച്ചത് കർത്താവെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ വലുത് ക്രിസ്തുവിന്റെ നിന്നയാണെന്നുള്ള തിരിച്ചറിവാണല്ലോ. ദൈവജനത്തിന്റെ കഷ്ടമാണ് അതിലും വലുതെന്നുള്ള തിരിച്ചറിവാണല്ലോ കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ ആ തിരിച്ചറിവിൽ നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങ് വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കുന്ന ദൈവമാണല്ലോ. വെള്ളമില്ലാത്തടത്ത് അങ്ങ് നീരൊഴുക്കുമല്ലോ ദൈവമേ. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും കർത്താവെ മതിയായവനായിട്ട് കൂടെയിരിക്കുന്ന വലിയ വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയുടെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളെക്കാൾ എത്രയോ ഉയർന്നതാകുന്നു കർത്താവെ. അങ്ങയുടെ വഴി ഞങ്ങളുടെ വഴികളെക്കാൾ എത്രയോ കർത്താവെ വലിയ വഴിയാകുന്നു കർത്താവെ. ഞങ്ങളുടെ വഴികൾക്ക് മീതെയുള്ള വഴിയാകുന്നുവല്ലോ കർത്താവെ. അങ്ങയുടെ പ്ലാൻ കർത്താവെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, യാതൊരുത്തിന്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലെങ്കിലും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ആയിരം വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ കർത്താവെ. എല്ലാം ക്രിസ്തുവിൽ എന്നും ആമീനുമായിരിക്കാൻ സ്തുതിക്കുന്നു കർത്താവെ. സഹിഷ്ണുതയോടുകൂടി വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ തീയിലൂടെ കടന്നുപോയാലും വെന്തു പോകയില്ലല്ലോ ദൈവമേ. ഞങ്ങൾ വെള്ളത്തിലൂടെ കടന്നുപോയാലും പ്രവാഹങ്ങൾ ഞങ്ങളെ മുക്കിക്കളയുകയില്ലല്ലോ കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ വലം കൈ പിടിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം
കർത്താവെ, ഞങ്ങളോട് ഓരോരുത്തരോടും ഈ നിമിഷം കൂടെ ഇരിക്കയാൽ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ അളവില്ലാത്ത കൃപ അനുഭവിപ്പാനൊക്കെ വേണം, ആത്മാവിന്റെ കർത്താവെ ഒരു കവിഞ്ഞൊഴുക്ക് അനുഭവിപ്പാനൊക്കെ വേണം. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങ് നടത്തുന്ന അത്ഭുത വഴികൾക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം അനന്യനായിട്ടുള്ള ദൈവമാണല്ലോ. ഇന്നലെ അനേകർക്ക് വേണ്ടി ചെയ്തത് ഇന്നും ചെയ്യുവാൻ കഴിയുന്ന അത്ഭുത മന്ത്രിയാണല്ലോ കർത്താവെ. ഞങ്ങൾ അനേക സാക്ഷ്യങ്ങൾ കേട്ടല്ലോ ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അത് പ്രവർത്തിപ്പാനൊക്കെ വേണം. അത് മതിയായ ദൈവമാകയാൽ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആശ്വാസം ഞങ്ങളുടെ ട്രബിളിലൂടെ അനേകരുടെ ആശ്വാസത്തിനാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് അങ്ങ് തരുന്നതിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും അങ്ങേക്കുള്ള വലിയ പദ്ധതിക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുമെന്ന് കർത്താവെ വചനത്തിലൂടെ ഞങ്ങൾ കണ്ടല്ലോ കർത്താവെ. യോസേഫിന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ ഇത് തിരിച്ചറിഞ്ഞല്ലോ കർത്താവെ. ഞങ്ങളെ അങ്ങ് വഴി നടത്തിയ വലിയ വലിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളൊന്നും ഞങ്ങളെ തകർക്കുവാനല്ല കർത്താവെ, ഞങ്ങളെ പണിയുവാനാണ്, പണിതെടുത്ത് നല്ല പൊന്നാക്കുവാനാണെന്നുള്ള തിരിച്ചറിവുകൾ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വിളിയും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പും എന്താണെന്ന് തിരിച്ചറിഞ്ഞു കർത്താവ്, ഈ ലോക ജീവിതത്തിൽ ഇടറിപ്പോകുന്നവരാകാതെ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്തത് എന്താണെന്ന് ഒരിക്കലും മറന്നു പോകാതെ മുൻപോട്ട് നോക്കി ഓടുവാൻ തക്കവണ്ണം കർത്താവെ, ആ ദൈവരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവ്. ഇടറി വീടാതെ ഞങ്ങൾ ഓരോരുത്തരെയും അനുദിനം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പരിവർത്തിക്കുവാൻ ഇടവരണമേ കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു ആത്മാവിന്റെ ഒഴുക്കായിട്ട് ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ അനേകരിലേക്ക് കർത്താവെ പകരപ്പെടുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ തലമുറകളിലെല്ലാം കർത്താവെ ഇത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കുടുംബം അങ്ങയുടെ പദ്ധതിയാണല്ലോ. ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയത് അങ്ങയുടെ കൃപയാണല്ലോ കർത്താവ്. ഞങ്ങൾക്ക് അങ്ങ് ദാനമായിട്ട് തന്നത് കുഞ്ഞുങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാണല്ലോ കർത്താവ്. ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം സമർപ്പിക്കുന്നു ദൈവമേ. ലഭിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ. ഞങ്ങൾ നടത്തുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് പണിയണമേ കർത്താവെ. ജ്ഞാനമുള്ളവരായിട്ട് ഭവനം പൊളിച്ചു കളയുന്നവരായിട്ടല്ല, ജ്ഞാനമുള്ളവരായിട്ട് ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ നിന്ന് ആ ഭവനം പണിയുന്നവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരുടെ സമാധാനം വലിയതുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, പുല്ലിന്റെ ഇടയിൽ അലരികൾ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ആക്കി വെക്കണമേ കർത്താവെ. ഞങ്ങളുടെ മേലങ്ങ് തന്നിരിക്കുന്ന വചനവും ഞങ്ങളുടെ വായിൽ തന്നിരിക്കുന്ന വചനവും ഞങ്ങളുടെ മേലങ്ങ് പകർന്നിരിക്കുന്ന ആത്മാവും ഞങ്ങളുടെ മേൽ നിന്നും, ഞങ്ങളുടെ തലമുറ മേൽ നിന്നും, അവരുടെ തലമുറ മേൽ നിന്നും കർത്താവെ അങ്ങ് എടുത്തു മാറ്റി കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ സന്തതികൾ പുരാതന ശൂന്യങ്ങളെ പണിയുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളുടെ തലമുറകൾ കർത്താവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവെ ഓരോരുത്തരും നടക്കുന്ന വഴികളിൽ കർത്താവെ അങ്ങ് കൃപയോടെ അവർ പരിപാലിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമേ കർത്താവെ. രക്ഷിക്കുന്ന വീരനായിട്ട് കർത്താവെ ഞങ്ങളോട് ഓരോരുത്തരോടും ഉള്ളതിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കയാൽ സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങളെ അങ്ങയുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാണുന്നതിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും പട്ടാളമായിരിക്കയാൽ, അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങി ഞങ്ങളെ സംരക്ഷിക്കയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ. കർത്താവ്, ഇതിന്റെ എല്ലാം മധ്യത്തിൽ കർത്താവ് ഈ ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യമുള്ള ജീവിതമാണെന്ന് തിരിച്ചറിവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന നല്ല ഇടയനാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ്, ഞങ്ങളുടെ മനസ്സിന് ഏതെങ്കിലും ഭാരം അലട്ടുന്ന നിമിഷത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏതാവശ്യവും കർത്താവെ സ്തോത്രത്തോടു കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തന്ന് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വലിയ വഴികൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഏതെങ്കിലും പ്രയാസത്തിൽ മനപ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ കടന്നു പോകുന്ന ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ സമയത്ത് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ
പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ എല്ലാം വിട്ടുതരുവാൻ അങ്ങ് പറഞ്ഞല്ലോ. കരുതുന്ന ദൈവമാകയാൽ അങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചെവി ചായ്ച്ച് കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളുടെ ഓരോരോ ആവശ്യങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ്. വിവാഹിതരാകാത്ത കുഞ്ഞുങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപയും കൂട്ടും കാവലും ആ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. അവർക്ക് വേണ്ടി കർത്താവെ ഒരുക്കിയിരിക്കുന്ന ആ തക്ക തുണയെ തക്ക സമയത്ത് കർത്താവെ അവരുടെ അടുക്കൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിശ്വാസികളുമായിട്ടിണയില്ല കൂടാതെ വണ്ണം കർത്താവ്, ഈ ലോകത്തിന്റെ മോഹത്തിലേക്ക് പോകാതെ വണ്ണം, പിശാചിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് കൈക്കീഴെ താഴ്ന്നിരിപ്പാനും പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുമുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. യവനമോഹങ്ങളെ വിട്ടോടുവാൻ തക്കവണ്ണമുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ യവനക്കാരെ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ. അവരെ കൃപയുടെ കോട്ടയ്ക്കുള്ളിൽ അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ കർത്താവെ. അങ്ങ് അവരെ ബലപ്പെടുത്തണമേ കർത്താവെ. കർത്താവെ, ദൈവനാമത്തിൽ കർത്താവെ അവർ ഓരോരുത്തരെയും അങ്ങ് മുദ്രയിട്ട് കർത്താവെ അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതി തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ഓരോരുത്തരും കർത്താവെ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ജീവനുള്ള യാഗങ്ങളായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനത്താൽ ഞങ്ങളെ നിറച്ചിട്ട് കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് കർത്താവെ ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ, അതിന് ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ബാലാരിഷ്ടതകളൊന്നും കൂടാതെ ആ കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കൾക്ക് കൃപയും ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് തക്ക സമയത്ത് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും കർത്താവെ ദൈവത്തെ അറിയാതെ വണ്ണമുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ അങ്ങയിലേക്ക് ചേർന്ന് വരുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വാഗ്ദാനത്തിലായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ആരും നഷ്ടപ്പെടാതെ വണ്ണം കർത്താവെ നിത്യതയിൽ ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. അതിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ, മാതൃകകളാക്കണമേ ദൈവമേ. അനേകർക്ക് കർത്താവെ വെളിച്ചമായിട്ട് കർത്താവെ, രുചി വരുത്തുന്ന ഉപ്പായിട്ട് കർത്താവെ, സംസാരം കൃപയോടുകൂടിയതായിട്ട് കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കാണുന്നവർ പിതാവാം ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അറിയാതെ ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് എണ്ണി വെക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ കർത്താവെ, ഞങ്ങളെക്കാൾ ഞങ്ങളെ കുറിച്ച് അങ്ങയുടെ വിചാരങ്ങൾ എത്ര വലിയതാകുന്നെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ കാലിന് കീഴെയുള്ള മണലിനേക്കാൾ അധികമായിട്ട് ഞങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോ നിമിഷവും ആയിരിക്കുന്നതും കടന്നു പോകുന്നതും എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കേട്ട വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുകയും കർത്താവ് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും തക്ക സമയത്ത് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് മതിയായ ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ഇടയനായിട്ടുള്ളതിനാൽ ഞങ്ങളുടെ ഏതാവശ്യവും കർത്താവെ അങ്ങ് മീറ്റ് ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവേഷ്ടപ്രകാരം ഞങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ അങ്ങ് തന്നിരിക്കുന്ന ഈ നല്ല ഉറപ്പിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മ നെഗ്ലക്ട് ചെയ്ത് കളയാൻ ഇടവരുത്തരുത്. ഇത്ര വലിയൊരു രക്ഷ ഞങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന് വചനം ഞങ്ങളോട് ചോദിക്കുമ്പോൾ കർത്താവെ, ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. എല്ലാറ്റിലും ഉപരി കർത്താവെ അങ്ങേ ഏറ്റവും കൂടുതൽ അടുത്തറിയുവാൻ, അങ്ങയോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം, നിത്യരാജ്യത്തിൽ ധാരാളമായ പ്രവേശനം സമ്പാദിപ്പാൻ തക്കവണ്ണം കർത്താവെ, അങ്ങനെ മുന്നേ കടന്നുപോയ അനേകരുടെ ജീവാവസാനം കർത്താവെ അവർ കടന്നുപോയ വഴികൾ ഏതാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ ക്രൂശ് എടുത്ത് അങ്ങയുടെ പിന്നാലെ വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ നിമിഷവും ഓരോ ദിവസവും അങ്ങ് നടത്തുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾ കേട്ട നല്ല വചനത്തിനും കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ കടന്നു വന്നിട്ട് കർത്താവെ ഞങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്ന അങ്ങയുടെ വചനത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവ്. ഇരുവായത്തിലുള്ള വാളിനെ പോലെയുള്ള അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവെ അവിടെ പ്രവർത്തിച്ച് കർത്താവെ ആ വചനം കർത്താവെ 30, 60, 100 മേനിയായിട്ട് അനേകരിലേക്ക് പകരുന്ന ഫലങ്ങളായിട്ട് മാറ്റപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കുന്ന നല്ല കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. വചനം സംസാരിച്ച് അങ്ങയുടെ ദാസനെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങ് കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയുടെ കൃപയിൽ കർത്താവെ നടത്തി പരിപാലിക്കണമേ കർത്താവെ. പൂർണ്ണാരോഗ്യവും സ്വസ്ഥതയും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഇരിക്കുവാൻ ഇടവരണമേ കർത്താവെ. ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ രണ്ടുപേരെ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം മതിയായ ദൈവമാകിയാൽ സ്തുതിക്കുന്നു കർത്താവെ. പൈതലിന്റെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ കർത്താവെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ.
മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കർത്താവ് ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവവേല ചെയ്യുവാനുള്ള കൃപയും അനുഗ്രഹവും എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു പൈതലിനെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവനാമം ആ കുടുംബത്തിലൂടെ മഹത്വപ്പെടുന്നതിനായിട്ടും കർത്താവെ അനേകർക്ക് അവർ വെളിച്ചമായിരിക്കാലും അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ ഈ കുഞ്ഞു ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ഭവനങ്ങളുടെയും അങ്ങയുടെ സമാധാനം, സ്വസ്ഥത, ദൈവിക സമാധാനത്താൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവന വെച്ചവനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അമേൻ അമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാബ്രദർ ആശീർവാദം പറയണം. ശ്രീമാൻ ബ്രദർ, ശ്രീമാൻ കേൾക്കുന്നുണ്ടോ? പ്രാക്ടിക്കലിന്റെ സർമൺ ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മെസ്സേജ് ഇടണം. ഓക്കെ, ബെൻസിൻ അങ്ങനെ പ്രാക്ടിക്കലിന്റെ സർമൺ പറയാനുണ്ട്. അതിന്റെ ടൈം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. മോർണിംഗ് ഓർ ഈവനിങ് സെഷൻ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ശ്രീമോൻ കേട്ടോ? ബെൻസ് കേട്ടോ? ശ്രീമോൻ, can you hear me? Yeah. Pastor, praise Lord, Pastor. Praise Lord. ഞാൻ sermon I'm not able to pass. Sorry. അത് വരുന്ന ദിവസങ്ങളില് കർത്താവ് കൃപ തരും. ജസ്റ്റ് ഈ പ്രിപ്പയർഡ്. വൈഫിനോട് പറയണേ. Yeah, sure, Pastor. Okay. God bless you everyone. See you in the evening. ഇന്ന് നമ്മൾ ഈവനിങ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടൈമാണ്. ആരും മിസ് ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം പേഴ്സണലി അത് എഴുതി കീപ്പ് ചെയ്യുക. എനിക്ക് ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം കൊണ്ട് ഞാൻ അങ്ങ് നിറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ഉറക്കുന്നു നിങ്ങളെല്ലാവരും ആ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. റൈറ്റ്? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അത് ആ ഒരു ഫ്ലോയ്ക്കകത്ത് തന്നെ നിങ്ങൾ ആയിരിക്കുക. നമ്മളെ അലട്ടുന്നതും ഭാരപ്പെടുന്നതുമായ എല്ലാ വിഷയവും കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. ഇന്ന് ഈവനിങ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഫസ്റ്റ് ഇന്നത്തെ മെസ്സേജ് കേട്ടിട്ട് എനിക്ക് കണ്ണുനീരടക്കാൻ ഇന്നത്തെ മെസ്സേജ് എനിക്ക് ഭയങ്കരമായ കരച്ചിലായിരുന്നു. എനിക്ക് കരയാതെ അത് കേൾക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് ഒത്തിരി പ്രസൻസ് അനുഭവിക്കാനായിട്ട്, ഇത്രയും വലിയ ദൈവം മനസ്സിലാക്കുവാനായിട്ട് ഞാനും ഇങ്ങനെ സുഖം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് കരയുമായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഞാനിന്ന് 8 കൂട്ടം കാര്യം പറയാനാ വന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ ഇറങ്ങുന്ന ദൈവം ഭാഗം എന്നെ ഭയങ്കരമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈവനിങ് പ്രിയ നാൻസി അത് ലീഡ് ചെയ്യും. സ്തോത്രം. ദൈവം നിയോഗിച്ച മെസ്സേജ് നമുക്ക് കേൾക്കാൻ കഴിയും. വളരെ പ്രാർത്ഥനയോടെ ഈവനിങ് അല്ല, മോർണിംഗ്. നാളെ മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ്.